ഫാനിലേക്ക് വരുന്ന കണക്ഷനിൽ നമുക്ക് മൾട്ടിമീറ്റർ ഒന്ന് കണക്ട് ചെയ്ത് പരിശോധിച്ച് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ പഴയ മോഡൽ ആൾട്ടോയുടെ ബ്ലോവർ ഫാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്. നമ്മൾ റിഡ്സിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാത്തത്. അതുപോലെ തന്നെ ആൾട്ടോയുടെ ബ്ലോവർ ഫാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്താണ് കംപ്ലൈന്റ് എന്നുള്ളതും അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നുള്ളതും അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ കംപ്ലൈന്റ് എന്നുള്ളത് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ പഴയ മോഡൽ ആൾട്ടോയുടെ ഒരു ബ്ലോവർ ഫാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ പരിശോധിച്ച് നോക്കാം. നമ്മൾക്ക് ഇഗ്നേഷൻ ഓൺ ചെയ്ത് അതിൻ്റെ ബ്ലോവർ ഫാൻ ഒന്ന് ഓണാക്കി നോക്കാം. ഇഗ്നേഷൻ നമ്മൾ ഓൺ ചെയ്തു. നമ്മൾ ബ്ലോവർ ഫാൻ ഫസ്റ്റ് സ്പീഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ബ്ലോവറിൽ നിന്നും കാറ്റൊന്നും നിലവിൽ വരുന്നില്ല. ഞാനൊരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു പീസാണ് ഇപ്പോൾ വെച്ച് നോക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ സ്പീഡ് ഇടാം. രണ്ടാമത്തെ സ്പീഡിലും യാതൊരുവിധ എയറും വരുന്നില്ല. മൂന്നാമത്തേലിട്ടു, മൂന്നാമത്തേലും എയർ വരുന്നില്ല. ഇനി നമുക്ക് നാലാമത്തെ സ്പീഡിലോട്ട് ഇട്ട് നോക്കാം. നാലാമത്തേലോട്ട് നമ്മളിട്ടു. നാലാമത്തേലും യാതൊരുവിധ എയറും നമുക്ക് ബ്ലോവറിൽ നിന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ്. ബ്ലോവർ ഫാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബ്ലോവറിൻ്റെ AC സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമ്മൾ ബ്ലോവർ തിരിക്കുമ്പോഴേക്കും AC സ്വിച്ചിലുള്ള ഗ്രീൻ ലൈറ്റൊക്കെ തെളിയുന്നുണ്ട്. അതായത് സ്വിച്ചിൽ നിന്നുള്ള സിഗ്നൽ പോകുന്നതായിട്ടാണ് ഫീലിംഗ്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഗുഡാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്വിച്ച് വർക്ക് ചെയ്യുന്നൊരു ഫീൽ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോവർ ഓണാക്കി ഫോർത്ത് സ്പീഡിലിട്ടിട്ട് നമ്മുടെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്പീഡിലോട്ട് എടുക്കുമ്പോഴേക്കും AC സ്വിച്ചിൽ പച്ച ലൈറ്റ് വരുന്നത് കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർത്ത് സ്പീഡിലിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ടാണ് ഫാനിലേക്ക് നെഗറ്റീവ് സപ്ലൈ കിട്ടുന്നത്, റെസിസ്റ്റർ വഴി അല്ലാതെ. പക്ഷേ നമ്മൾ ഫോർത്തിലിട്ടിട്ടും നമുക്ക് ഫാൻ വർക്ക് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് നെഗറ്റീവ് സപ്ലൈയുടെ ഇഷ്യൂ ആണെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. നമുക്ക് പോസിറ്റീവ് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. തൽക്കാലം നമുക്ക് നെഗറ്റീവ് സപ്ലൈ നമുക്ക് ലാസ്റ്റ് നോക്കാം. നമുക്കിനി ഫാനിൻ്റെ ഭാഗത്ത് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. നമുക്കിനി ബ്ലോവറിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് ബ്ലോവർ ഫാനിലോട്ടുള്ള കപ്ലറിനോ അതിൻ്റെ കണക്ഷനോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കാം. അപ്പോൾ അത് വരുന്നത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ ഈ കാണുന്ന പെഡലിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് ക്ലച്ച് പെഡലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബ്ലോവർ ഫാൻ വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലോവർ ഫാൻ്റെ മോട്ടർ. ബ്ലോവർ ഫാൻ്റെ സോക്കറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ കുത്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കിയേക്കാം ടൈറ്റ് ആണോ എന്ന് അറിയാനായിട്ട്. സോക്കറ്റൊക്കെ കറക്റ്റായിട്ട് ലോക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് ബ്ലോവറിൻ്റെ റെസിസ്റ്റർ. ഇതിലാണ് നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്പീഡ് വർക്ക് ചെയ്യുന്നത് ഈ ബ്ലോവർ റെസിസ്റ്ററിൻ്റെ സഹായത്തോടെയാണ്. പിന്നെ വരുന്നത് ഒരു റിലേ ആണ്. AC ഇതിൻ്റെ ബ്ലോവറിൻ്റെ റിലേ ഈ കാണുന്ന ഫാനിൻ്റെ സൈഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഇടയിലായിട്ടാണ് ആ ബ്ലോവർ ഫാൻ്റെ റിലേ ഇരിക്കുന്നത്. 4 പേരുള്ളൊരു സോക്കറ്റ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ബ്ലോവർ ഫാനിൻ്റെ കപ്ലറിലൊക്കെ നമുക്ക് ലൈൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്യൂ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കും. നമുക്കതിന് മുമ്പായിട്ട് ബ്ലോവറിൻ്റെ ഫ്യൂസ് എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നോക്കാം. ബ്ലോവറിൻ്റെ ഒരു ഫ്യൂസ് വരുന്നത് ഈ കാണുന്ന ഫ്യൂസ് ബോക്സ് ആണ്. ഇത് നമ്മുടെ ആക്സിലേറ്റർ പെഡലിൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു ഫ്യൂസ് ബോക്സ് ഉണ്ട് വാഹനത്തിനകത്തുള്ള. ഈ ഫ്യൂസ് ബോക്സിൻ്റെ അകത്താണ് ഒരു ഫ്യൂസ് വരുന്നത്. അപ്പോൾ ഈ കവർ അഴിക്കാൻ വേണ്ടി ജസ്റ്റ് 2 സൈഡിൽ കൂടി ജസ്റ്റ് ഒന്ന് തിക്കി കൊടുത്താൽ മതി. നിങ്ങൾ കാണാം, ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കവർ ഊരിയെടുക്കാൻ പറ്റും. ഈ കവറിൽ ഒരു സൈഡിൽ വലിയ കാലും ഒരു സൈഡിൽ ചെറിയ കാലുമായിരിക്കും. അത് അതിനോടെയാണ് നമുക്ക് ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഈ ഫ്യൂസ് ബോക്സിൻ്റെ കവറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 10 ആംപിയറിൻ്റെ ഹീറ്റർ എന്ന് പറയുന്നൊരു ഫ്യൂസ് കാണാൻ സാധിക്കും. ഈ 10 ആംപിയറിൻ്റെ ഫ്യൂസിൽ നിന്നാണ് നമ്മുടെ ബ്ലോവർ ഫാൻ്റെ റിലേ വർക്ക് ചെയ്യുന്നതിനുള്ള കോയിലിലേക്കുള്ള പോസിറ്റീവ് സപ്ലൈ കിട്ടുന്നത്. റിലേ കോയിൽ, മാഗ്നറ്റ് ആകാൻ വേണ്ടിയുള്ള കോയിൽ വർക്ക് ചെയ്യുന്നതിനുള്ള പോസിറ്റീവ് കിട്ടുന്നത് നമ്മുടെ ഈ കാണുന്ന 10 ആംപിയർ ഫ്യൂസിൽ നിന്നാണ്. ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതും കാല് വരുന്നുണ്ട്. അതിൻ്റെ വലിയ കാല് വരുന്ന സൈഡിലത്തതിൻ്റെ ആണ് ഹീറ്റർ എന്ന് പറയുന്ന ഫ്യൂസിൻ്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന 10 ആംപിയറിൻ്റെ ഫ്യൂസാണ് നമ്മുടെ ഹീറ്ററിൻ്റെ ഫ്യൂസ്. ഇപ്പോൾ ഈ ഫ്യൂസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ റിലേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല.
അപ്പോൾ ഈ ഫ്യൂസ് നല്ലതാണെന്ന് നോക്കണം. ഇനി ഒരു ഫ്യൂസും കൂടി വരുന്നുണ്ട്, അത് എൻജിൻ കമ്പാർട്ട്മെൻറ്റിലാണ്. എൻജിൻ കമ്പാർട്ട്മെൻറ്റിലെ ബാറ്ററിയുടെ സൈഡിൽ കാണുന്ന ഈ ഫ്യൂസ് ബോക്സിനകത്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫ്യൂസ് വരുന്നത്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കവർ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഈ കവറിൽ ഈ അറ്റത്തു നിന്ന് മൂന്നാമത് വരുന്ന 1 2 3 മൂന്നാമത് വരുന്ന 30 ആംപിയറിൻ്റെ ഫ്യൂസാണ് ബ്ലോവർ ഫാൻ്റെ ഫ്യൂസ്. ഈ കാണുന്ന 30 ആംപിയർ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഫസ്റ്റത്തെ ഫ്യൂസാണ് നമ്മുടെ ബ്ലോവർ ഫാൻ്റെ ഫ്യൂസ്. സെക്കൻഡ് റേഡിയേറ്ററായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ബ്ലോവർ ഫാൻ്റെ ഈ ഫ്യൂസ് പോയിട്ടുണ്ടോ നമുക്ക് നോക്കണം. ഈ ഫ്യൂസിൽ നിന്നാണ് ഉള്ളിലുള്ള ബ്ലോവർ ഫാൻ്റെ റിലേയുടെ സ്വിച്ചിങ് പോയിന്റിലോട്ടുള്ള പോസിറ്റീവ് സപ്ലൈ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമുക്ക് ടെസ്റ്ററോ അതല്ലെങ്കിൽ മൾട്ടിമീറ്ററോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ എടുത്ത് 12 വോൾട്ട് DC റേഞ്ച് എടുത്തിട്ട് നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് പ്രോബ് നമ്മൾ ഫ്യൂസിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബാറ്ററി വോൾട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ 2 പോയിന്റിലും വെച്ച് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് വെച്ച് നോക്കിയപ്പോഴേക്കും നമുക്ക് 11.97 കിട്ടിയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. രണ്ടാമത്തെ പോയിന്റിലോട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോഴും നമുക്ക് അതേ വോൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിടത്തും കിട്ടിയത് കാരണം ആ ഫ്യൂസ് പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തെ ഫ്യൂസ് പരിശോധിക്കാം. അതിനുവേണ്ടി എർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് പ്രോബ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഹീറ്ററിൻ്റെ 10 ആംപിയർ ഫ്യൂസിൻ്റെ ബാക്ക് സൈഡിലെ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എത്ര വോൾട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് ഒന്നും കാണിച്ചില്ല. രണ്ടാമത്തെ പോയിന്റിലോട്ട് കണക്ട് ചെയ്തു, അവിടെയും ഒന്നും കാണിച്ചില്ല. കാരണം ആ സപ്ലൈ വരണമെങ്കിൽ ഇഗ്നീഷൻ ഓൺ ആക്കിയാലേ അവിടെ സപ്ലൈ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഇഗ്നീഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്നും കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഫ്യൂസിൻ്റെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാറ്ററി വോൾട്ട് അവിടെ കാണിക്കാൻ തുടങ്ങി. നമുക്ക് മറ്റേ പോയിന്റിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെയും കറക്റ്റായിട്ട് തന്നെ വോൾട്ട് വരുന്നുണ്ട്. അതപ്പോൾ ആ ഫ്യൂസും പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇതിലേതെങ്കിലും ഒരു സൈഡിലാണ് വരുന്നതെങ്കിൽ ആ ഫ്യൂസ് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹീറ്ററിൻ്റെ ഫ്യൂസും പോയിട്ടില്ല. ബ്ലോവർ ഫാൻ എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടിലത്തെ എൻജിൻ കമ്പാർട്ട്മെൻറ്റിലുള്ള 30 ആംപിയറിൻ്റെ ഫ്യൂസും പോയിട്ടില്ല. അപ്പോൾ ഫ്യൂസൊന്നും പോകാത്ത സ്ഥിതിക്ക് നമുക്കിനി ബ്ലോവർ ഫാൻ്റെ ലൊക്കേഷനിൽ പോയി പരിശോധിച്ച് എന്ത് സപ്ലൈ ആണ് വരാത്തതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ഈ കവറൊന്ന് അഴിച്ച് മാറ്റാം. അപ്പോൾ ഇത്തിരി സൗകര്യമായിരിക്കും. ഈ ഒരു 4 സ്ക്രൂ അഴിച്ചിട്ട് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഈ കവറ് ഊരിപ്പോരും. ഇതിൻ്റെ ഉള്ളിൽ 2 ലോക്കുണ്ട്. അപ്പോൾ ഈ കാണുന്ന 2 ലോക്ക് ഇതിലോട്ട് കയറിയിട്ടുണ്ട്. അവിടെ ടൈറ്റ് ഉണ്ടാവും. അത് നോക്കി പൊട്ടാത്ത രീതിയിൽ റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂടി നല്ലോണം ആക്സസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലോവർ ഫാൻ. ഈ ബ്ലോവർ ഫാനിൻ്റെ കപ്ലർ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ആ കപ്ലറിലോട്ട് നെഗറ്റീവ് സപ്ലൈ ആണോ പോസിറ്റീവ് സപ്ലൈ ആണോ വരാത്തതെന്ന് കറക്റ്റായിട്ട് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് എളുപ്പം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ കപ്ലർ റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഒരു ലോക്ക് ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കപ്ലർ റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 വയറാണ് വരുന്നത്. ഒരു റെഡ് കളർ വയറും ഒരു ബ്ലൂ കളർ വയറും. അപ്പോൾ നമ്മൾ ആ 2 വയറും കൂടി ഒട്ടി മൾട്ടിമീറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 പ്രോബും 2 വയറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് ഇഗ്നേഷൻ ഓൺ ചെയ്യാം. ഇഗ്നേഷൻ ഓൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിൽ യാതൊരുവിധ വോൾട്ടും കാണിക്കുന്നില്ല. നമുക്കിനി ബ്ലോവർ ഫാനും കൂടി ഒന്ന് ഓണാക്കി നോക്കാം. ബ്ലോവർ ഫാൻ്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴേക്കും വോൾട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഫുൾ സ്പീഡിലിട്ടിട്ടുണ്ട്. അത് എർത്ത് ഡയറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോഴും നമുക്ക് യാതൊരുവിധ വോൾട്ടും അവിടെ വന്നിട്ടില്ല. അതായത് നമുക്ക് നെഗറ്റീവ് സപ്ലൈ ഉണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. നെഗറ്റീവ് സപ്ലൈ നമ്മൾ 4th കൊടുത്തിട്ടും അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം നമുക്ക് പോസിറ്റീവ് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കൂടുതലും നോക്കാനുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോവർ ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ 2 വയറിലുള്ള ഓരോരോ വയർ സെപ്പറേറ്റ് ആയിട്ട് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ വരാത്തതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് നോക്കുന്നതിന് വേണ്ടി ആ ബ്ലൂ കളർ വയറിലാണ് പോസിറ്റീവ് വരുന്നത്. നമ്മൾ റിലേയിൽ നിന്നാണ് ആ പോസിറ്റീവ് വരുന്നത്. അപ്പോൾ ഞാൻ ബ്ലൂവിൽ മാത്രം പോസിറ്റീവ് പ്രോബ് കണക്ട് ചെയ്തു. നെഗറ്റീവ് പ്രോബ് ഞാൻ ബോഡിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ അത് റാഡുമേലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നെഗറ്റീവ് നല്ലോണം കിട്ടും. അപ്പോൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഇഗ്നേഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ഇഗ്നേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇഗ്നേഷൻ ഓൺ ചെയ്തപ്പോൾ നമുക്ക് യാതൊരുവിധ വോൾട്ടും കിട്ടിയില്ല. നമുക്ക് ബ്ലോവർ ഫാൻ്റെ സ്വിച്ചും കൂടി ഫുൾ സ്പീഡിലോട്ട് ഇടാം. ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല ബ്ലോവർ സ്വിച്ചിന് പോസിറ്റീവ് സപ്ലൈ ആയിട്ട്. എന്നാലും നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് യാതൊരുവിധ സപ്ലൈയും അവിടെ വന്നില്ല. ശരിക്കും നോർമലായിട്ട് ബാറ്ററി വോൾട്ട് കിട്ടേണ്ടതാണ്. അവിടെ നമുക്ക് ബാറ്ററി വോൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ സപ്ലൈ വരുന്നത് റിലേയിൽ നിന്നാണ്. ഇപ്പോൾ റിലേ പിടിക്കണമെങ്കിൽ ഈ 10 ആംപിയറൊക്കെ കറക്റ്റായിട്ടായിരിക്കണം. അപ്പോൾ ഫ്യൂസൊന്നും നമുക്ക് പോയിട്ടില്ല എന്ന് നമ്മൾ നേരത്തെ നോക്കി മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഇടയിലുള്ള റിലേയിലേക്കുള്ള സപ്ലൈകളും റിലേയുടെ ഔട്ടും ഒക്കെ ആയിരിക്കും.
അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് നെഗറ്റീവും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നെഗറ്റീവ് നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂറ്റി ഇട്ടിട്ട് ഈ കാണുന്ന റെഡ് വയറിലാണ് നെഗറ്റീവ് സപ്ലൈ വരേണ്ടത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് പ്രോബ് എടുത്തിട്ട് നമ്മുടെ റെഡ് കളർ വയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് പ്രോബ് നമ്മൾ ബോഡി നെഗറ്റീവിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടോ ഈ കാണുന്ന രീതിയിൽ നമ്മൾ നെഗറ്റീവ് ബോഡിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിന്യൂറ്റി നോക്കുന്നതുകൊണ്ടാണ് പ്രോബിന് ഇഷ്യൂ ഇല്ലാത്തത്. നമ്മൾ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ബ്ലോവർ ഫാൻ്റെ സ്വിച്ച് 4th സ്പീഡിലിടുമ്പോഴേക്കും നമ്മുടെ സ്വിച്ച് വഴി ആ വയറിലേക്ക്, അതായത് നമ്മുടെ റെഡ് കളർ വയറിലേക്ക് നെഗറ്റീവ് സപ്ലൈ വരും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മൾ ബ്ലോവറിൻ്റെ റെസിസ്റ്റർ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബ്ലോവർ റെസിസ്റ്റർ ഡിസ്കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിതിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് ബോഡിയിൽ നിന്ന് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെഡ് കളർ വയറിലും ഒരു പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇഗ്നീഷൻ ഓഫാണ്. നമ്മളിനി ബ്ലോവർ ഫാൻ്റെ ഈ സ്വിച്ച് 4th സ്പീഡിലോട്ട് ഇടുമ്പോഴേക്കും നമുക്കവിടെ കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. കണ്ടില്ലേ, കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് 4th സ്പീഡിലിടുമ്പോൾ. അപ്പോൾ നെഗറ്റീവ് കറക്റ്റായിട്ട് തന്നെ സ്വിച്ച് വഴി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോവർ 4th സ്പീഡിലിട്ടപ്പോഴേക്കും നമുക്ക് ഫാനിൻ്റെ റെഡ് കളർ വയറിൽ നെഗറ്റീവ് വന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് പോസിറ്റീവ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്ലോവർ റെസിസ്റ്ററൊക്കെ നമ്മൾ ഊരിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന റിലേയിലേക്കുള്ള സപ്ലൈകളാണ് നമുക്കിനി ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളതിൽ റിലേയിലോട്ട് വന്നിരിക്കുന്ന ആ യെല്ലോ കളർ വയർ, ഇതാണ് ഫ്രണ്ടിൽ നിന്ന് ഫ്യൂസ് വഴി വന്നിരിക്കുന്ന ലൈൻ. അപ്പോൾ നമ്മൾ ആ യെല്ലോയിൽ പോസിറ്റീവ് പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ബോഡിയിൽ നിന്ന് നെഗറ്റീവ് പ്രോബും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അവിടെ പോസിറ്റീവ് സപ്ലൈ വരുന്നുണ്ടോ നോക്കാം. ഇതിന് ശരിക്കും ഇഗ്നേഷൻ ഓൺ ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് പോസിറ്റീവ് സപ്ലൈ ലഭിക്കുന്നുണ്ട്. ഇത് ഡയറക്റ്റാണ് വരുന്നത്. അതായത് ആ ഫ്രണ്ടിലുള്ള 30 ആമ്പിയറിൻ്റെ ഫ്യൂസ് വഴിയാണ് ഈ യെല്ലോ കളറിൽ സപ്ലൈ വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്യൂസ് അതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റിയപ്പോഴേക്കും നമ്മുടെ യെല്ലോ കളർ വയറിൽ വന്നിരുന്ന പോസിറ്റീവ് സപ്ലൈ പോയി. നമ്മൾ രണ്ടാമത് ഒന്നും കൂടി ആ ഫ്യൂസ് കണക്ട് ചെയ്യുകയാണ്. ഇനി നമുക്കൊന്ന് സപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ തിരിച്ചതുപോലെ തന്നെ സപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൺഫേം ആയിട്ട് മനസ്സിലാക്കുക, ഈ കാണുന്ന യെല്ലോ വയർ ആ ഫ്രണ്ടിൽ നിന്നുള്ള 30 ആമ്പിയർ ഫ്യൂസിൻ്റെ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് സ്വിച്ചിങ് പോയിൻറ്റിലോട്ടാണ് വരുന്നത്. സ്വിച്ചിങ് പോയിൻ്റ് ഓണായി പോകുന്നത് ആ ബ്ലൂ കളർ ലൈനിലൂടെയാണ് നമ്മുടെ ഫാനിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി റിലേ വർക്ക് ചെയ്യുന്നതിനുള്ള പോസിറ്റീവ് നമ്മുടെ ഈ കാണുന്ന 10 ആമ്പിയർ ഫ്യൂസിൽ നിന്നും ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കണം അവിടെ. അതുപോലെ തന്നെ റിലേ വർക്ക് ചെയ്യുന്നതിനുള്ള നെഗറ്റീവ് ബോഡി ഗ്രൗണ്ടഡ് ആണ്. ആ ബ്ലാക്ക് കളറും ഒരു ലൈറ്റ് ഗ്രീൻ കളർ വയറുമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അതിൽ രണ്ടിലും കൂടി മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 വോൾട്ട്, അതായത് ബാറ്ററി വോൾട്ട്, ഇഗ്നേഷൻ ഓൺ ചെയ്യുമ്പോഴേ അത് വരുള്ളൂ. അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നമുക്ക് ഈ റിലേ ഊരിയെടുക്കണമെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഈ സ്റ്റാർ സ്ക്രൂ അടിച്ചാലാണ് നമുക്ക് റിലേ ഊരിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ റിലേയിൽ നിന്നും ഔട്ട് വരുന്ന ബ്ലൂ കളർ വയറിൽ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഒന്നും കൂടി ഇഗ്നേഷൻ ഓൺ ആക്കിയിട്ട് ആ ബ്ലൂവിൽ ഔട്ട് അവിടെ നിന്ന് വരുന്നുണ്ടോ എന്നൊന്ന് അറിയണം. കാര്യം അതിൻ്റെ ഇടയിൽ വെച്ച് എന്തെങ്കിലും കട്ടണോ എന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി അത് കണക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഇഗ്നേഷൻ ഓൺ ആക്കുന്നുണ്ട്. കാര്യം ഇഗ്നേഷൻ ഓൺ ആക്കിയാലേ റിലേ പിടിക്കുകയുള്ളൂ. നമ്മൾ ഇഗ്നേഷൻ ഓണാക്കി. ഇപ്പോൾ എന്തെങ്കിലും സപ്ലൈ വന്നിട്ടുണ്ടോ നോക്കാം. സപ്ലൈ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് റിലേയിൽ നിന്നും ഔട്ട് ലഭിക്കുന്നില്ല. റിലേയുടെ ഇന്നായിട്ടുള്ള യെല്ലോയിൽ പോസിറ്റീവ് വരുന്നുണ്ട്, പക്ഷേ ഔട്ടായ ബ്ലൂവിൽ ലൈൻ വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് റിലേ വർക്ക് ചെയ്യുന്നതിനുള്ള സപ്ലൈ, അതായത് കോയിൽ വർക്ക് ചെയ്യുന്നതിനുള്ള പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ കപ്ലർ റിമൂവ് ചെയ്തെടുത്തു റിലേയിൽ നിന്നും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. 2 ചെറിയ വയറും 2 വലിയ വയറുമാണ്. അതിൽ യെല്ലോയും ബ്ലൂവും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. യെല്ലോ ഡയറക്റ്റും ബ്ലൂ ഓൺ ആയി കഴിഞ്ഞാൽ ഔട്ട് പോണതുമാണ്. പിന്നെ വരുന്ന ചെറിയ ബ്ലാക്ക് ബോഡി നെഗറ്റീവാണ്. പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ വരുന്നതിലാണ് 10 ആമ്പിയർ ഫ്യൂസ് ചെയ്യുന്ന പോസിറ്റീവ് സപ്ലൈ വരുന്നത്. അപ്പോൾ നമ്മൾ ആ 2 ചെറിയ വയറിലും കൂടി മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് DC റേഞ്ചിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കുമ്പോഴേക്കും നമുക്ക് അവിടെ വോൾട്ട് വരുന്നുണ്ട്. അതായത് റിലേ കോയിലിലേക്കുള്ള 2 സപ്ലൈയും നെഗറ്റീവും പോസിറ്റീവും സപ്ലൈ നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അത് പോസിറ്റീവ് സപ്ലൈ ഈ 10 ആമ്പിയറിൻ്റെ ഫ്യൂസിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ബോഡി ഗ്രൗണ്ടിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 10 ആമ്പിയറിൻ്റെ ഫ്യൂസ് ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇഗ്നേഷൻ ഓൺ ചെയ്യുമ്പോഴേക്കും അവിടെ സപ്ലൈ വരുമോ എന്നുള്ളത് നോക്കി കാണിച്ചു തരാം. ഞാൻ ഇഗ്നേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അവിടെ സപ്ലൈ വരുന്നില്ല. ഞാനിനി ഫ്യൂസ് കണക്ട് ചെയ്യാം. ഞാൻ ഫ്യൂസ് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. 11
63 ബാറ്ററി വോൾട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതും കൺഫേമായി ആ കാണുന്ന ഗ്രീൻ കളറിൽ വയർ ഈ 10 ആംപിയർ ഫ്യൂസിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 പോസിറ്റീവ് സപ്ലൈയും വരുന്നുണ്ട്, കോയിൽ പിടിക്കാനുള്ള നെഗറ്റീവ് സപ്ലൈയും വരുന്നുണ്ട്. അപ്പോൾ ഇനി ആകെയുള്ളത് ഈ കാണുന്ന റിലേ ആണ്. നമുക്ക് ഈ റിലേ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലൈൻറ്റ് ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ റിലേ ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ കാണുന്ന 2 വയർ ഒന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാനിൻ്റെ കപ്ലറിൽ പോസിറ്റീവ് സപ്ലൈ വരുന്നതാണ്. അപ്പോൾ നമുക്ക് യെല്ലോയും ബ്ലൂവും കൂടി ഒരു വയറിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാനിൻ്റെ കപ്ലറായ ഈ കാണുന്ന കപ്ലറിലെ ബ്ലൂവിൽ ലൈൻ കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു വയർ എടുത്തിട്ടുണ്ട്. നമ്മുടെ റിലേയുടെ ബ്ലൂവും യെല്ലോയും കൂടി നമ്മൾ ഷോർട്ട് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ഫാനിൻ്റെ കപ്ലറിൽ ബ്ലൂവിൽ പോസിറ്റീവ് സപ്ലൈ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേയുടെ തന്നെ ഇഷ്യൂ ആണ്. നമ്മൾ റിലേ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പോസിറ്റീവ് സപ്ലൈ കിട്ടും നമ്മുടെ ഫാൻ വർക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ ഫാനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫാനിലേക്ക് കണക്ട് ചെയ്ത് ഞാൻ ഇഗ്നിഷൻ ഓൺ ചെയ്തു. ഞാനിപ്പോൾ ഫസ്റ്റ് സ്പീഡ് ഇടുകയാണ് ബ്ലോവറിൻ്റെ. നമുക്ക് കാറ്റ് വരുന്നില്ല. 4th സ്പീഡിലോട്ട് ഇട്ടുമ്പോഴേക്കും നമുക്ക് കാറ്റ് കിട്ടുന്നുണ്ട്. കാര്യം നമ്മൾ ഓൾറെഡി ബ്ലോവർ റെസർ ഊരിയിട്ടേക്കൊണ്ടാണ് ഫസ്റ്റ് സ്പീഡിൽ കിട്ടാഞ്ഞത്. ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടില്ല, 4th മാത്രമേ കിട്ടുള്ളൂ. കാര്യം നമ്മൾ ബ്ലോവർ റെസിസ്റ്റർ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കണാണ്. ഓക്കെ, 4th മാത്രം ഡയറക്റ്റ് വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഫാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെയുള്ള റിലേ കണക്ട് ചെയ്താൽ നമ്മുടെ കംപ്ലയിൻറ്റ് മാറും. നമുക്കൊന്നും കൂടി റെസിസ്റ്ററും കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ വർക്ക് ചെയ്യുന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റത്തെ സ്പീഡിലിട്ടിട്ടുണ്ട്, നമുക്ക് കാറ്റ് വരുന്നുണ്ട്. സെക്കൻഡ് സ്പീഡിലിടാം, കാറ്റ് വരുന്നുണ്ട്. തേർഡ് സ്പീഡിലിടാം, നമുക്ക് കാറ്റ് വരുന്നുണ്ട്. 4th സ്പീഡിലിടാം, നമുക്ക് 4th സ്പീഡിലും. അപ്പോൾ നമ്മുടെ എല്ലാ സ്പീഡിലും നമുക്കിപ്പോൾ ഫാൻ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിലേയുടെ മാത്രമാണ് ഇഷ്യൂ. നമ്മുടെ റിലേ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻ്റ് എല്ലാം സോൾവ് ആവും. ഞാൻ ഇഗ്നിഷൻ ഓഫ് ആക്കുകയാണ്. നമ്മൾ ജമ്പ് ചെയ്തിരുന്നത് ഡിസ്കണക്ട് ചെയ്യാനാണ്. കാര്യം ബോഡിയിലൊന്നും കൊള്ളരുത്, കറക്റ്റായിട്ട് തന്നെ ഷോർട്ട് ചെയ്യണം. കാര്യം ഡയറക്റ്റായിട്ട് വന്ന് നടക്കുന്ന പോസിറ്റീവ് ആയതുകൊണ്ട് ബോഡിയിൽ എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ഫ്യൂസ് പോകും. അപ്പോൾ നമുക്കിനി നമ്മുടെ റിലേ ഉണ്ടോ എന്ന് നോക്കാം. റിലേ ഉണ്ടെങ്കിൽ നമുക്ക് റിലേ മാറ്റി വെച്ചിട്ട് നമ്മുടെ കംപ്ലയിൻറ്റ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ഫ്യൂസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ കവർ ക്ലോസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള 10 ആംപിയറിൻ്റെ ഫ്യൂസ് വിട്ട് അതിൻ്റെ കവറും ഒക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ റിലേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റിലേയുടെ ബാക്ക് സൈഡ്. ഇതാണ് അതിൻ്റെ പാർട്ട് നമ്പർ വരുന്നത്. 165 രൂപയാണ് ഈ റിലേക്കുള്ളൂ. നമുക്ക് അതുകൂടെ വരുന്ന ശരിക്കുള്ള റിലേക്ക് നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മൾ റേഡിയേറ്റർ ഫാനിൻ്റെ റിലേയാണ് 800ൻ്റെ, അതിനൊക്കെ ഉപയോഗിക്കുന്ന റിലേയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 കോപ്പറിൻ്റെ കാലും 2 സിൽവറിൻ്റെ കാലും കാണാൻ സാധിക്കും. ഈ 2 കോപ്പറിൻ്റെ കാല് വരുന്നതാണ് അതിൻ്റെ സ്വിച്ചിങ് പോയിൻറ്റ്. മറ്റേത് 2 എണ്ണമാണ് അതിൻ്റെ കോയിലിൻ്റെ സപ്ലൈ. ഇത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഈ കപ്ലറിൽ സൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ കപ്ലറിൻ്റെ സൈഡിലൊരു കട്ടിങ് ഉണ്ട്, അതേപോലെ തന്നെ ഈ ഇതിൻ്റെ സൈഡിലും കട്ടിങ് ഉണ്ട്. അതുകൊണ്ട് ഈ റിലേയിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ കപ്ലർ കണക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. നമുക്ക് ഈ റിലേ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റില്ല. നമുക്ക് ഇതുപോലെ വയർ ടാഗിട്ട് ഈ കറക്റ്റായിട്ട് ഒരിടത്തും മുട്ടാത്ത രീതിയിൽ വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ റിലേ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കവറെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി ബ്ലോവർ ഫാൻ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്പീഡ് ഇട്ടു, കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്പീഡ് ഇട്ടു, സെക്കൻഡ് സ്പീഡും വർക്ക് ചെയ്യുന്നുണ്ട്. തേർഡ് സ്പീഡ് ഇട്ടു, തേർഡ് സ്പീഡും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലോവർ ഫാൻ്റെ കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ട്. ബ്ലോവർ ഫാൻ്റെ റിലേ ആയിരുന്നു കംപ്ലയിൻറ്റ്. റിലേ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു തരത്തിൽ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.